ട്രേഡിംഗ് ലോസ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റണില്ല അല്ലേ? എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ട്രേഡിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിപ്നോട്ടൈസിങ് മെത്തേഡിൽ കൂടെയാണ് നമുക്ക് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിപ്നോട്ടൈസിന് 3 തലങ്ങളുണ്ട്. ലൈറ്റ് ട്രാൻസ്, മീഡിയം ട്രാൻസ് ആൻഡ് ഡീപ്പ് ട്രാൻസ്. ഈ 3 തലങ്ങളും ലൈറ്റ് ആയിട്ട്, മീഡിയം, ഡീപ്പ്, അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹിപ്നോട്ടൈസിൽ ഫുള്ളായിട്ട് വീണ് പോവാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ലോസ് സംഭവിച്ചത്. ആദ്യം നമുക്കൊരു ലൈറ്റ് ആയിട്ട് ലോസ് വരും, എന്നിട്ട് അതൊന്ന് റിക്കവർ ആവണ പോലെ കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോസ് അക്സെപ്റ്റ് ചെയ്യാനും പഠിച്ചു, അതിനെ റിക്കവർ ആവാനുള്ള ഒരു ഹോപ്പും തന്നു. വീണ്ടും അതിനേക്കാളും വലിയ ലോസ് വരും, അതിനൊന്ന് റിക്കവർ ആവും. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ലോസ് ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവണ വരെ നമുക്ക് ലോസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലോസ് കട്ട് ചെയ്യാൻ പറ്റാത്തതും പ്രോഫിറ്റ് പെട്ടെന്ന് കട്ട് ചെയ്യുന്നതും. എന്ന് വെച്ചാൽ ലോസ് കട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രോഫിറ്റ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കണം, ടാർഗറ്റ് ഉണ്ടായിരിക്കണം. സ്റ്റോപ്പ് ലോസ് വന്നാൽ നമ്മളെ അസംഷൻ തെറ്റിപ്പോയി എന്നാണ് വിചാരിക്കേണ്ടത്. ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യും വേണം. അങ്ങനെ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ലോസ് കട്ട് ചെയ്യാനും പറ്റും. ഈ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ.